നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 2-in-1 സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഡിഗ്രി മെയിൻസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും അതുപോലെ SBCID ഈ 2 എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് രണ്ടിൻ്റെയും സിലബസ് ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. മോസ്റ്റ്ലി ജനറൽ ടോപ്പിക്സ് ഒക്കെ കോമൺ തന്നെയാണ്. സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടൈലർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇത്. അപ്പോൾ ഓഗസ്റ്റ് 10 മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എക്സാമിൻ്റെ അന്ന് വരെയുള്ള അത്രയും ദിവസത്തേക്ക് SBCID എക്സാമിൻ്റെ അന്ന് വരെയുള്ള ദിവസത്തേക്കുള്ള ഒരു ടൈലേർഡ് പ്ലാനാണിത്. നമുക്ക് ഒരു 6 സെഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടേക്കുന്നത്. ടൈം ഡിസ്ട്രിബ്യൂഷൻ 6 സെഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്രോക്സിമേറ്റ്ലി ഒരു 9 to 10 അവേഴ്സ് ഡെയിലി മാറ്റി വയ്ക്കാൻ, പഠിത്തത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് ഈ പ്ലാൻ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുൾ ടൈം പഠിക്കുന്ന ആളുകൾ അവർക്കായിരിക്കും കുറച്ചും കൂടെ ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 9 മണിക്കൂർ മിനിമം എന്തായാലും ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ എല്ലാവരും പ്രിലിംസിന് അത്യാവശ്യം നല്ലപോലെ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ജനറൽ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ബ്രഷപ്പ് ചെയ്യാനും റിവൈസ് ചെയ്യാനും എന്നുള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ സെറ്റാണ്. പെട്ടെന്ന് നമുക്ക് പോർഷൻസ് കവർ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്തായാലും സ്റ്റഡി പ്ലാൻ മൊത്തത്തിലൊന്ന് പറയാം. അപ്പം ബേസിക്കലി നമ്മളിത് 6 സെഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞുള്ളത്. നമ്മൾ അവർലി ബേസിസിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ടൈമിങ്സ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഇപ്പോൾ ചിലർ നേരത്തെ രാവിലെ എണീച്ച് പഠിക്കുന്നവർക്ക് രാവിലെ 3 hours to 30 hours അങ്ങനെ കവർ ചെയ്ത് പോകാൻ പറ്റും. ചില ആളുകൾ രാത്രിയായിരിക്കും, ലേറ്റ് നൈറ്റ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് രാവിലത്തെ 1 hourൻ്റെ സെഷൻസ് രാവിലെ ചെയ്തിട്ട് 3 hoursൻ്റെ സെഷൻസ് നൈറ്റിലേക്ക് എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് മാറ്റിയും മറിച്ചും നിങ്ങളുടെ ഒരു രീതിക്ക് എങ്ങനെയാണോ അങ്ങനെ ഫിക്സ് ചെയ്യാം. പക്ഷേ ഈ ഒരു 9 മണിക്കൂർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സ്ലോട്ട്സ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലെക്സിബിളായിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെഷൻ 1 3 hours ആണ് ജനറൽ ടോപ്പിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ നമ്മുടെ ജനറൽ ടോപ്പിക്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2.5 മണിക്കൂറിൻ്റെ സെക്കൻഡ് സെഷൻ, അതിൽ സയൻസും IT ആണ് വരുന്നത്. പിന്നെ തേർഡ് സെഷനിൽ 1 hour അവിടെ ലാംഗ്വേജസ് ആണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഫോർത്ത് സെഷൻ 1 hour മാത്സും റീസണിങ്ങും ആണ് വരുന്നത്. പിന്നെ ഒരു ഹാഫ് അവറിൽ നമുക്ക് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആ സംഭവമാണ് വരുന്നത്. കല, കായികം, സാഹിത്യം, സംസ്കാരം, അതാണ് ഡെയിലി ½ an hour വെച്ചിട്ട്. അപ്പം നമുക്ക് എന്തായാലും കവർ ചെയ്ത് പോകും. കുറച്ചേശ്ശെ ഡെയിലി നോക്കിയാൽ മതി. പിന്നെ ലാസ്റ്റ് ഒരു 1 hour ഡെയിലി റിവിഷന് വെച്ചിട്ടുണ്ട്. അപ്പം റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഡെയിലി അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് തന്നെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാന്നുള്ളത് വളരെ നല്ലൊരു സംഭവമാണ്. അപ്പം റിവിഷൻ നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് ആ 1 hour വെച്ചിട്ടുള്ളത്. പറ്റുവാണെങ്കിൽ എല്ലാവരും ഡെയിലി റിവിഷൻ നടത്തണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. അപ്പോൾ റിവിഷൻ തീരെ പറ്റാത്ത സമയമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലാത്തവർ എന്തായാലും മസ്റ്റായിട്ടും ഡെയിലി റിവിഷൻ ചെയ്ത് പോവുക. അന്നന്ന് പഠിക്കുന്നത് അന്നന്ന് തന്നെ ഒന്നും കൂടെ കോൺക്രീറ്റ് ചെയ്ത് അത് സെറ്റാക്കിയിട്ട് പോവുക. അപ്പം അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക്. പിന്നെ വീക്ക്ലി റിവിഷനും കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ പഠിച്ച കോൺസെപ്റ്റൊക്കെ കുറച്ചും കൂടെ മൈൻഡിൽ ക്ലിയർ ആയിട്ട് കിടക്കും. അപ്പോൾ ഡെയിലി റിവിഷൻ പറ്റുന്നവരെല്ലാവരും ആ ഒരു 1 hour ഡെയിലി റിവിഷൻ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 10 മൺഡേ ആണ്. അതിൽ ഫസ്റ്റ് സെഷനിൽ കേരള ഹിസ്റ്ററിയാണ് നമുക്ക് ഫസ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ബയോളജി വരുന്നുണ്ട്, ഇംഗ്ലീഷും മാത്സും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കേരള ഹിസ്റ്ററിയിൽ ഫസ്റ്റ് സെഷനിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് ആണ് ഫസ്റ്റ് സ്ലോട്ടിൽ വരുന്നത്. പിന്നെ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡിയാണ് ബയോളജിയിൽ. അത് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ 3 ദിവസം കൊടുത്തിട്ടുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ സെയിം ടോപ്പിക് തന്നെയാണ്. ഇംഗ്ലീഷിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസസ് ആണ്. ട്യൂസ്ഡേയും സെയിം തന്നെയാണ്, അത്യാവശ്യം വാസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ട്യൂസ്ഡേയും സെയിം ടോപ്പിക്കാണ്. പിന്നെ സെഷൻ 4 നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് ആണ് മാത്സിൽ. ട്യൂസ്ഡേയും അത് തന്നെയാണ്, അത്യാവശ്യം കുറച്ച് ചെയ്ത് പഠിക്കാനുണ്ടല്ലോ. പിന്നെ ഈ ഒരു വീക്ക് ഫുള്ള് ആർട്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ആർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സിന് നമ്മൾ വീക്ക്ലി ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ആർട്സ് ആണ് നോക്കി പോകുന്നത്. പിന്നെ ഡെയിലി റിവിഷന് 1 hour. ഇനി ട്യൂസ്ഡേയിലേക്ക് വരുമ്പം ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ. അത് അത്യാവശ്യം വാസ്റ്റ് ആയതുകൊണ്ട് ട്യൂസ്ഡേയും വെനസ്ഡേയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആണ്. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്, മൺഡേത്തെ സെയിം തന്നെയാണ്. ഇനി വെനസ്ഡേയിലേക്ക് വരുമ്പം ട്രാവൻകൂർ ഹിസ്റ്ററി, ബയോളജി സെയിം തന്നെ, ഹ്യൂമൻ ബോഡിയിലെ ബേസിക് ഫാക്ട്സ്, ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് വരുന്നത്, മാത്സിൽ ഫ്രാക്ഷൻസ്, പിന്നെ ആർട്സ് ഡെയിലി റിവിഷൻ. തേഴ്സ്ഡേയിലേക്ക് വരുമ്പോൾ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ്, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി ആണ് വരുന്നത്. ബയോളജിയിൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, പിന്നെ ഡെഫിഷ്യൻസി ഡിസീസസ്. ഇംഗ്ലീഷിൽ എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് വരുന്നുണ്ട്. മാത്സിൽ ഡെസിമൽ നമ്പേഴ്സ്, പിന്നെ ആർട്സ് ഡെയിലി റിവിഷൻ. ഇനി ഓഗസ്റ്റ് 14 ഫ്രൈഡേയിലേക്ക് വരുമ്പം നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, പിന്നെ ബയോളജിയിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് കോസേറ്റീവ് ഓർഗാനിസംസ്, പ്രിവെൻറ്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്. മലയാളത്തിൽ പദശുദ്ധിയാണ്.
പിന്നെ പെർസെൻറ്റേജ് മാത്സിൽ വരുന്ന ആർട്സും പിന്നെ ഡെയിലി റിവിഷനും വരുന്നുണ്ട്. August 15 സാറ്റർഡേയിൽ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956 ആണ് കൊടുത്തിട്ടുള്ളത്. ബയോളജിയിലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. മലയാളത്തിൽ വാക്യശുദ്ധി, പിന്നെ മാത്സിൽ പെർസെൻറ്റേജ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, ആർട്സും ഡെയിലി റിവിഷൻ. ഇനി സൺഡേയിലേക്ക് വരുമ്പം ഫസ്റ്റ് 2 സെഷനും വീക്ക്ലി റിവിഷനും ബാക്ക്ലോഗ്, അതായത് നിങ്ങൾ പഠിച്ചിട്ട് ഇനി കവർ ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബാക്ക്ലോഗ് ആയിട്ട് കിടക്കുന്ന ടോപ്പിക്സ് കവർ ചെയ്യുക എന്നുള്ളതാണ്, റിവൈസ് ചെയ്യുക. മലയാളവും മാത്സും നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ സൺഡേയിൽ പരിഭാഷയാണ് വരുന്നത് ലാംഗ്വേജിൽ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് മാത്സിൽ വരുന്നത്. പിന്നെ ആർട്സ് സ്പോർട്സ് കൾച്ചറിന് നമ്മൾ കൊടുത്തിട്ടുള്ള ആ സ്ലോട്ടിൽ സൺഡേസിൽ കറണ്ട് അഫയേഴ്സ് നോക്കി പോവുക. ഡെയിലി റിവിഷൻ്റെ സമയത്ത് ഒരു PYQ വർക്കൗട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് സൺഡേസ് വരുന്നത് കേട്ടോ. അപ്പോൾ സൺഡേസിൽ കറണ്ട് അഫയേഴ്സും PYQ ആണ് ലാസ്റ്റ് 2 സ്ലോട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വീക്കിൽ August 17 മൺഡേയിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് സെഷനിൽ. അപ്പോൾ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 വരെയുള്ള ആ ഒരു ടൈം. ഇനി സെഷൻ 2 ഫിസിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മാറ്റർ, യൂണിറ്റ്, മെഷർമെൻറ്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് വരുന്നത്. ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ്, ദ ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് നോക്കണം. മാത്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ഈ വീക്കിൽ മൊത്തം നമ്മൾ സ്പോർട്സ് ആണ് കവർ ചെയ്യുന്നത്. പിന്നെ ഡെയിലി റിവിഷൻ വരുന്നുണ്ട്. ഇനി August 18 ട്യൂസ്ഡേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷൻ ഓഫ് INC, പിന്നെ സ്വദേശി മൂവ്മെൻറ്റ് നോക്കണം. ഫിസിക്സിൽ മോഷൻ ആണ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ, യൂസസ് ഓഫ് തേർഡ് ലോ. ഇനി ഇംഗ്ലീഷിൽ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ് ആണ് വരുന്നത്. മാത്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. പിന്നെ സ്പോർട്സ്, ഡെയിലി റിവിഷൻ. ഇനി August 19 വെനസ്ഡേയിൽ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സും പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ. പിന്നെ ഫിസിക്സിൽ മൊമെൻറ്റം, പ്രൊജക്ടൈൽ മോഷൻ ആണ്. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ടാഗ്സ് ആണ് വരുന്നത്. മാത്സിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി August 20 തേഴ്സ്ഡേയിൽ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്, അതുപോലെ മഹാത്മാഗാന്ധി ആൻഡ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് എന്നുള്ള ആ ടോപ്പിക്കാണ് വരുന്നത്. ഫിസിക്സിൽ അച്ചീവ്മെൻറ്റ്സ് ഇൻ സ്പേസ് മിഷൻ ഇൻ ഇന്ത്യ ISRO. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവ് ആൻഡ് ഗെറുൺസ് ആണ് നോക്കാനുള്ളത്. മാത്സിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അത് നെക്സ്റ്റ് ഡേയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സ്പോർട്സ്, ഡെയിലി റിവിഷൻ തന്നെ. August 21 ഫ്രൈഡേ ഇന്ത്യാസ് ഇൻഡിപെൻഡൻറ്റ് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആണ് വരുന്നത്. ഫിസിക്സിൽ ലൈറ്റ് ആണ് നമ്മൾ നോക്കാനുള്ളത്. ലെൻസ്, മിറേഴ്സ്, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ R = 2F എന്നുള്ള ഇക്വേഷനിൽ. പിന്നെ മലയാളത്തിൽ ഒറ്റപ്പദം വരുന്നുണ്ട്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ്, ഡെയിലി റിവിഷൻ. ഇനി August 22 സാറ്റർഡേ വരുമ്പം ഡെവലപ്മെൻറ്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി. അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡിലുള്ള കാര്യമാണ്. ഫിസിക്സിൽ ഡിഫറെൻറ്റ് ഫിനോമിന ഓഫ് ലൈറ്റ്, റെയിൻബോ, കളേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. മലയാളത്തിൽ പര്യായപദം. മാത്സിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ് വരുന്നത്. പിന്നെ സ്പോർട്സ്, ഡെയിലി റിവിഷൻ. ഇനി സൺഡേയിലേക്ക് വരുമ്പം ഫസ്റ്റ് 2 സെഷനും എന്താണ്, വീക്ക്ലി റിവിഷനും ബാക്ക്ലോഗ് ടോപ്പിക്സും ആണ്. പിന്നെ ഇംഗ്ലീഷിൽ ടെൻസസ് ആണ് വരുന്നത്. മാത്സിൽ സെയിം ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യാനാണ്. പിന്നെ ലാസ്റ്റ് 2 സ്ലോട്ടിലും കറണ്ട് അഫയേഴ്സും ഒരു PYQ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഇനി മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ വേൾഡ് ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യാണ്. August 24 മൺഡേ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് ആണ് ഫസ്റ്റ് സെഷനിൽ. അത് കഴിഞ്ഞ് ഫിസിക്സ് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, X റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റൊക്കെയാണ് വരുന്നത്. ഇംഗ്ലീഷിൽ ടെൻസസ് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. പിന്നെ ടൈം ആൻഡ് വർക്കാണ് മാത്സ്. പിന്നെ ഈ വീക്കിൽ നമ്മൾ ലിറ്ററേച്ചർ ആണ് കവർ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഡെയിലി റിവിഷൻ. ഇനി August 25 ട്യൂസ്ഡേ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. പിന്നെ സൗണ്ട് ആണ് ഫിസിക്സിൽ വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ്, വെലോസിറ്റി, റിവർബറേഷൻ, റെസൊണൻസ്, അതൊക്കെയാണ് കവർ ചെയ്യുന്നത്. ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസ് ആണ് ഇംഗ്ലീഷിൽ നോക്കാനുള്ളത്. മാത്സിൽ ടൈം ആൻഡ് വർക്ക് തന്നെ. ലിറ്ററേച്ചർ, ഡെയിലി റിവിഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി August 26 വെനസ്ഡേ ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് നോക്കാനുള്ളത്. ഫിസിക്സിൽ ഫോഴ്സ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ്, ഫ്രിക്ഷൻ, അതൊക്കെയാണ് നോക്കാനുള്ളത്. ടെൻസസ് ഇൻ കണ്ടീഷണൽ സെൻറ്റൻസസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവറേജ് ആണ് മാത്സിൽ നോക്കാനുള്ളത്. പിന്നെ ലിറ്ററേച്ചർ, ഡെയിലി റിവിഷൻ. August 27 തേഴ്സ്ഡേ റഷ്യൻ റെവല്യൂഷൻ ആണ് നോക്കാനുള്ളത്. ഫിസിക്സിൽ ലിക്വിഡ് പ്രഷർ, ബോയൻ ഫോഴ്സ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പാസ്കൽസ് ലോ ഒക്കെയാണ് കവർ ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ മലയാളമാണ് നോക്കുന്നത്. സമാനപദമാണ് നോക്കാനുള്ളത്. ആവറേജ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലിറ്ററേച്ചർ, ഡെയിലി റിവിഷൻ. August 28 ഫ്രൈഡേയിൽ ചൈനീസ് റെവല്യൂഷൻ ആണ് കവർ ചെയ്യാനുള്ളത് വേൾഡ് ഹിസ്റ്ററിയിൽ. പിന്നെ ഫിസിക്സിൽ ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി, അദസീവ് കോസീവ് ഫോഴ്സസ് ഒക്കെയാണ് കവർ ചെയ്യാനുള്ളത്. മലയാളത്തിൽ വിപരീത പദം നോക്കണം. മാത്സിൽ ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ് കവർ ചെയ്യാനുള്ളത്. പിന്നെ ലിറ്ററേച്ചർ, ഡെയിലി റിവിഷൻ. August 29 സാറ്റർഡേയിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ് കവർ ചെയ്യാനുള്ളത്. ഫിസിക്സിൽ കാപ്പിലറി, വിസ്കസ് ഫോഴ്സ്, അതുപോലെ സർഫസ് ടെൻഷൻ, അതൊക്കെയാണ് നോക്കാനുള്ളത്. ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻസും പിന്നെ ലോസ് ഓഫ് എക്സ്പോണൻസ് മാത്സ് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ലിറ്ററേച്ചർ, ഡെയിലി റിവിഷൻ ആണ് പിന്നുള്ളത്. പിന്നെ സൺഡേയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് 2 സ്ലോട്ട് വീക്ക്ലി റിവിഷൻ, ബാക്ക്ലോഗ് ടോപ്പിക്സ്. ഇംഗ്ലീഷിൽ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, മാത്സിൽ മെൻഷുറേഷൻ, പിന്നെ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുക, PYQ വർക്കൗട്ട് ചെയ്യുക.
ഇനി നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാണ്. August 31 മൺഡേ. ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്. അപ്പോൾ നമ്മൾ ഇത്രയും ടോപ്പിക്സ് ഒക്കെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും പ്രിലിംസിന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പ്രിലിംസിന് പഠിച്ച് ക്ലിയർ ആയതുകൊണ്ടാണ് നിങ്ങൾ മെയിൻസിന് ഇരിക്കുന്നത്. സോ ഈ ടോപ്പിക്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾ കവർ ചെയ്തതാണ്. ഇത്രയും എന്തായാലും റിവൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു 3 hours ഇത്രയും ടോപ്പിക്സ് ഇടുന്നത്. ഇനി അങ്ങനെയല്ല, കുറച്ചും കൂടെ സമയം വേണം എന്നുള്ളവർക്ക്, ഇപ്പോൾ ചിലർക്കൊക്കെ ലാംഗ്വേജസ് ഒന്നും ഡെയിലി നോക്കണ്ടെന്നാണെങ്കിൽ ലാംഗ്വേജിൻ്റെ സമയത്തേക്ക് ഇത് എടുക്കാം. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്ലെക്സിബിളി ഇത് മാറ്റാം. നമ്മൾ ജസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് തരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കവർ ചെയ്ത് പോവാം കേട്ടോ. അതുപോലെ ഫിസിക്സിൽ ഇനി ഗ്രാവിറ്റേഷൻ ആണ്. ഗ്രാവിറ്റേഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, എസ്കേപ്പ് വെലോസിറ്റി. മലയാളത്തിൽ ചേർത്തെഴുതുകയാണ് വരുന്നത്. മാത്സിൽ മെൻസുറേഷൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ട്യൂസ്ഡേയും മെൻസുറേഷൻ തന്നെയാണ് കേട്ടോ. ഇനി ഈ വീക്കിൽ നമ്മൾ കൾച്ചറാണ് നോക്കുന്നത്. കൾച്ചർ, പിന്നെ ഡെയിലി റിവിഷൻ. ഇനി September 1 ട്യൂസ്ഡേ അറ്റ്മോസ്ഫിയർ, പ്രഷർ ബെൽറ്റ്, വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് ആണ് ജോഗ്രഫിയിൽ നോക്കാനുള്ളത്. ഫിസിക്സിൽ സാറ്റലൈറ്റ്സ്, എസ്കേപ്പ് വെലോസിറ്റി, വെയിറ്റ്, മാസ്, വാല്യൂ ഓഫ് ജി, പിന്നെ ജി ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ് ആണ് കവർ ചെയ്യാനുള്ളത്. മലയാളത്തിൽ പിരിച്ചെഴുതുക. മാത്സ് മെൻസുറേഷൻ റിപ്പീറ്റ്, പിന്നെ കൾച്ചർ, ഡെയിലി റിവിഷൻ. September 2 വെനസ്ഡേയിൽ ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോം ഓഫ് പൊല്യൂഷൻ. പിന്നെ ഫിസിക്സിൽ ഹീറ്റ് ആണ്. ടെമ്പറേച്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ്, ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒക്കെയാണ് കവർ ചെയ്യാനുള്ളത്. ഇംഗ്ലീഷിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. അത് തന്നെയാണ് നെക്സ്റ്റ് ഡേയും റിപ്പീറ്റ് ചെയ്യുന്നത്. മാത്സിൽ പ്രോഗ്രഷൻസ് ആണ് നോക്കാനുള്ളത്. അത് തന്നെയാണ് നെക്സ്റ്റ് ഡേയും റിപ്പീറ്റ് ചെയ്യുന്നത്. പിന്നെ കൾച്ചർ, ഡെയിലി റിവിഷൻ. ഇനി വരുന്നത് September 3 തേഴ്സ്ഡേയിൽ മാപ്സ് ആണ് നോക്കാനുള്ളത്. ടോപ്പോഗ്രാഫിക് മാപ്സ്, സയൻസ്, റിമോട്ട് സെൻസിങ്, ഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, GIS. ഫിസിക്സിൽ വർക്ക്, എനർജി, പവർ ആണ് കവർ ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ റിപ്പീറ്റ് തന്നെയാണ് കേട്ടോ. ഇനി September 4 ഫ്രൈഡേയിൽ ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെൻറ്റ്സ്, കോണ്ടിനെൻറ്റ്സ്, നേഷൻസ് ആൻഡ് ദെയർ സ്പെസിഫിക് ഫീച്ചേഴ്സ്. അത്യാവശ്യം ബൾക്കിയാണ്, പക്ഷേ അത് നമ്മൾ കവർ ചെയ്യണം. പിന്നെ ഫിസിക്സിൽ സിമ്പിൾ പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു വർക്ക്, എനർജി, പവർ, ലെവേഴ്സ്. ഇംഗ്ലീഷിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ് വരുന്നത്. മാത്സിൽ സീരീസ്, ശ്രേണികളിൽ. പിന്നെ കൾച്ചർ, ഡെയിലി റിവിഷൻ. സാറ്റർഡേയിൽ നമ്മളിനി ഇന്ത്യൻ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബേസിക്സ് ഓഫ് ജോഗ്രഫി കഴിയും. ഇന്ത്യൻ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫിസിയോഗ്രഫി, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്, പെനിൻസുല പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ. നല്ല ബൾക്കി ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രിലിംസിന് പഠിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് എടുക്കുന്നത് കേട്ടോ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെവേഴ്സ് ആണ് ഫിസിക്സിൽ നോക്കാനുള്ളത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഇംഗ്ലീഷ് റിപ്പീറ്റ് ചെയ്യുകയാണ്. മാത്സിൽ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, പിന്നെ കൾച്ചർ, ഡെയിലി റിവിഷൻ. സൺഡേയിലേക്ക് വരുമ്പം ഫസ്റ്റ് 2 സ്ലോട്ടിൽ വീക്ക്ലി റിവിഷൻ ആൻഡ് ബാക്ക്ലോഗ് ടോപ്പിക്സ്. അപ്പോൾ ഇതിൽ ജോഗ്രഫിക്ക് ചിലപ്പോൾ അത്യാവശ്യം ഉണ്ടാവും. നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു സ്ലോട്ടിൽ കവർ ചെയ്യുക. മലയാളത്തിൽ സ്ത്രീലിംഗം, പുല്ലിംഗമാണ് നോക്കാനുള്ളത്. പിന്നെ വെരിഫൈയിങ് പൊസിഷൻസ് ആണ് മാത്സിൽ നോക്കാനുള്ളത്. കറണ്ട് അഫയേഴ്സ്, PYQ ചെയ്യുക. ഇനി അടുത്ത വീക്കിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി കണ്ടിന്യൂ ചെയ്യുകയാണ്. September 7 മൺഡേ ഇന്ത്യൻ ജോഗ്രഫി. അതിൽ ഏതാണ് വരുന്നത്? ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ ആണ് നോക്കാനുള്ളത്. പിന്നെ കെമിസ്ട്രിയിൽ ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അലോട്രോപ്പി ആണ് കവർ ചെയ്യാനുള്ളത്. മലയാളത്തിൽ ഘടകപദം, വാക്യം ചേർത്തെഴുതുക. പിന്നെ റീസണിങ്ങിൽ അനോളജി ആണ്, വേൾഡ് അനോളജി, ആൽഫബറ്റ് അനോളജി. ഇനി നമ്മുടെ ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, കൾച്ചർ കവർ ചെയ്ത് കഴിഞ്ഞല്ലോ. പിന്നെ നമ്മൾ 2 ദിവസം വെച്ചിട്ട് ഇങ്ങനെ റിവിഷനാണ് പോകുന്നത്. അപ്പോൾ 2 ദിവസം ആർട്സ് റിവിഷൻ, പിന്നെ 2 ദിവസം കറണ്ട് അഫയേഴ്സ് നോക്കുക, പിന്നെ 2 ദിവസം സ്പോർട്സ് റിവിഷൻ, പിന്നെ 2 ദിവസം കറണ്ട് അഫയേഴ്സ്, പിന്നെ അടുത്തത് അങ്ങനെയാണ് പോകുന്നത്. ഇനി ആ സംഭവം സ്കിപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് കോർ സബ്ജക്ട്സ് അല്ലെങ്കിൽ കോറിലെ ടോപ്പിക്സ് കവർ ചെയ്യാനുള്ളത് വേണമെങ്കിൽ ഇവിടെ എടുത്ത് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാം. അല്ല റിവൈസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ റിവൈസ് ചെയ്ത് പോകാം. അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് നോക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സ്ലോട്ടാണ്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ തൽക്കാലം 2 ദിവസം റിവിഷൻ എന്നുള്ള രീതിയിൽ ഇട്ട് പോയിട്ടുണ്ട്. പിന്നെ ഡെയിലി റിവിഷൻ. ഇനി ട്യൂസ്ഡേയിലേക്ക് വരുമ്പം മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സ് ആണ് വരുന്നത്. കെമിസ്ട്രിയിൽ ഗ്യാസ് ലോസ്, അക്വറീജിയ. ഇംഗ്ലീഷിൽ കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് ആണ്. പിന്നെ അനലോജി റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ നമ്പർ അനലോജി ആണ് നോക്കാനുള്ളത് കേട്ടോ. പിന്നെ ആർട്സ് റിവിഷൻ, ഡെയിലി റിവിഷൻ. വെനസ്ഡേയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേസ്, എയർ. പിന്നെ കെമിസ്ട്രിയിൽ എലമെൻറ്റ്സ്, പീരിയോഡിക് ടേബിൾ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസാണ് വരുന്നത്. ഇംഗ്ലീഷിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വരുന്നത്. റീസണിങ്ങിൽ ഓഡ് മാൻ ഔട്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി റിവിഷൻ. തേഴ്സ്ഡേയിലേക്ക് വരുമ്പം സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പിന്നെ കെമിസ്ട്രിയിൽ എലമെൻറ്റ്സ്, പീരിയോഡിക് ടേബിൾ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ ആണ് കവർ ചെയ്യാനുള്ളത്. പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി ആണ് റീസണിങ്ങിൽ നോക്കാനുള്ളത്. കറണ്ട് അഫയേഴ്സ്, ഡെയിലി റിവിഷൻ. ഫ്രൈഡേയിലേക്ക് വരുമ്പോൾ നമ്മൾ കേരള ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ കേരള ജോഗ്രഫിയിൽ കേരള ഫിസിയോഗ്രഫി, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ് ആണ് കവർ ചെയ്യാനുള്ളത്. കെമിസ്ട്രിയിൽ കെമിക്കൽ, ഫിസിക്കൽ ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻസ്. ഇംഗ്ലീഷിൽ കളക്റ്റീവ് നൗൺസ്. റീസണിങ്ങിൽ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ് വരുന്നത്. പിന്നെ സ്പോർട്സ് റിവിഷൻ, പിന്നെ ഡെയിലി റിവിഷൻ.
സാറ്റർഡേയിലേക്ക് വരുമ്പം അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെൻറ്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്. കെമിസ്ട്രിയിൽ സൊല്യൂഷൻ, മിക്സ്ചേഴ്സ്, കോമ്പൗണ്ട്സ് ആണ് കവർ ചെയ്യാനുള്ളത്. മലയാളത്തിൽ വചനാണ് വരുന്നത്. പിന്നെ റീസണിങ്ങിൽ ഫാമിലി റിലേഷൻസ്, സ്പോർട്സ് റിവിഷൻ, ഡെയിലി റിവിഷൻ. സൺഡേയിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ വീക്ക്ലി റിവിഷനും ബാക്ക്ലോഗും നോക്കുക. മലയാളത്തിൽ ശൈലികൾ, പഴഞ്ചൊല്ലുകളാണ് കവർ ചെയ്യാനുള്ളത്. റീസണിങ്ങിൽ സെൻസ് ഓഫ് ഡയറക്ഷൻ ആണ് നോക്കാനുള്ളത്. പിന്നെ കറണ്ട് അഫയേഴ്സും ഒരു PYQവും വർക്കൗട്ട് ചെയ്യുക. ഇനി അടുത്ത ആഴ്ച സെപ്റ്റംബർ 14 മൺഡേയിലേക്ക് വരുമ്പം കേരള ജോഗ്രഫിയിൽ ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ് ഫീച്ചേഴ്സ്, അതുപോലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ ആണ് കവർ ചെയ്യാനുള്ളത്. കെമിസ്ട്രിയിൽ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അലോയ്, അത് 2 ദിവസം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വാസ്റ്റ് ടോപ്പിക്കാണ്. പിന്നെ ഇംഗ്ലീഷിൽ വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ്. മാത്സ് ആൻഡ് റീസണിങ്ങിൽ ടൈംസ് ആൻഡ് ആംഗിൾസ് ആണ് വരുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി റിവിഷൻ. സെപ്റ്റംബർ 15 ട്യൂസ്ഡേയിൽ നമ്മളിനി എക്കണോമി സ്റ്റാർട്ട് ചെയ്യാണ്. ജോഗ്രഫി കഴിഞ്ഞു. എക്കണോമി സ്റ്റാർട്ട് ചെയ്യുമ്പം ഇന്ത്യ എക്കണോമി 5 ഇയർ പ്ലാൻസ്, ന്യൂ എക്കണോമിക് റിഫോംസ് ആണ് നോക്കാനുള്ളത്. പിന്നെ കെമിസ്ട്രി റിപ്പീറ്റ് ആണ്. ഇംഗ്ലീഷിൽ കോമ്പൗണ്ട് വേർഡ്സ്. മാത്സിൽ ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ ആണ് വരുന്നത്. പിന്നെ ലിറ്ററേച്ചർ റിവിഷൻ, ഡെയിലി റിവിഷൻ. വെനസ്ഡേയിലേക്ക് വരുമ്പം പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, പിന്നെ അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എക്കണോമിയിൽ നോക്കാനുള്ളത്. കെമിസ്ട്രിയിൽ ആസിഡ്സ്, ബേസസ്, pH വാല്യൂ, ആൽക്കലോയിഡ്സ്. പിന്നെ മലയാളം റിവിഷൻ ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മലയാളം ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇനി മലയാളം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ റീസണിങ്ങിൽ ഡേറ്റ് ആൻഡ് കലണ്ടർ ആണ് വരുന്നത്. ലിറ്ററേച്ചർ റിവിഷൻ, ഡെയിലി റിവിഷൻ. ഇനി തേഴ്സ്ഡേ സെപ്റ്റംബർ 17 തേഴ്സ്ഡേയിലേക്ക് വരുമ്പം അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, ഗ്രീൻ റെവല്യൂഷൻ, മിനറൽസ് ആണ് എക്കണോമിയിൽ നോക്കാനുള്ളത്. പിന്നെ കെമിസ്ട്രി നമ്മുടെ കവർ ചെയ്ത് കഴിഞ്ഞു. സയൻസ് ടോപ്പിക്സ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഡേ കെമിസ്ട്രി റിവിഷൻ, പിന്നെ ബയോളജി, ഫിസിക്സ്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലേക്ക് നമ്മളിനി റിവിഷൻ ചെയ്ത് തുടങ്ങുകയാണ്. ഇംഗ്ലീഷിൽ സിനോണിംസ്, റീസണിങ്ങിൽ ക്ലറിക്കൽ എബിലിറ്റി, പിന്നെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി റിവിഷൻ. ഇനി സെപ്റ്റംബർ 18 ഫ്രൈഡേയിലേക്ക് വരുമ്പം ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ ആണ് വരുന്നത് എക്കണോമിയിൽ. പിന്നെ ബയോളജി റിവിഷൻ, ഇംഗ്ലീഷിൽ ആൻറ്റോണിംസ്, പിന്നെ നമ്മുടെ മാത്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് മാത്സ് റിവിഷനും പ്രാക്ടീസും, പിന്നെ കറണ്ട് അഫയേഴ്സ്, ഡെയിലി റിവിഷൻ. ഇനി സാറ്റർഡേയിൽ സെപ്റ്റംബർ 19 സാറ്റർഡേയിലേക്ക് വരുമ്പം GST ഇൻ ഇന്ത്യ, റേഷണാലി ആൻഡ് സ്ട്രക്ചർ ഓഫ് GST, ബെനിഫിറ്റ്സ് ഓഫ് GST ആണ്. പിന്നെ ഫിസിക്സ് റിവിഷൻ ആണ് വരുന്നത്. ഇംഗ്ലീഷിൽ ഫ്രേസൽ വേർബ്സ് ആണ്. മാത്സ് റിവിഷനും പ്രാക്ടീസും ആണ്. കൾച്ചർ റിവിഷൻ, ഡെയിലി റിവിഷൻ. ഈ സൺഡേയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് 2 സെഷനിലും വീക്ക്ലി റിവിഷനും ബാക്ക്ലോഗും, പിന്നെ മലയാളം റിവിഷൻ ആണ് ഒരു സ്ലോട്ട് കൊടുത്തിട്ടുള്ളത്. മാത്സ് റിവിഷൻ, കൾച്ചർ റിവിഷൻ, PYQ. ഇനി അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ സെപ്റ്റംബർ 21 മൺഡേ ആണ്. അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ സെക്കൻഡ് സ്ലോട്ടിൽ IT സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ് ആണ് ഫസ്റ്റ് സെഷനിൽ വരുന്നത്. പിന്നെ ഹാർഡ്വെയർ ആണ് ITയിൽ വരുന്നത്. ഇംഗ്ലീഷിൽ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, പിന്നെ മാത്സ് റിവിഷൻ, കറണ്ട് അഫയേഴ്സ്, ഡെയിലി റിവിഷൻ. ട്യൂസ്ഡേയിലേക്ക് വരുമ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, റിട്സ്, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് വരുന്നത്. പിന്നെ സോഫ്റ്റ്വെയർ, ITയിൽ സോഫ്റ്റ്വെയറിന് 2 ദിവസം കൊടുത്തിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫസ്റ്റ് ഡേ കവർ ചെയ്തിട്ട് പിന്നെ ബാക്ക്ലോഗ് ഉള്ളത് നെക്സ്റ്റ് ഡേ ആ ഒരു സമയത്ത് നോക്കാം. പിന്നെ ഇംഗ്ലീഷിൽ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് വരുന്നത്. മാത്സ് റിവിഷൻ, കറണ്ട് അഫയേഴ്സ്, ഡെയിലി റിവിഷൻ. വെനസ്ഡേയിലേക്ക് വരുമ്പം സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ്റ്സ്, അതിൽ യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെൻറ്റ്, ജുഡീഷ്യറി, പിന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കവർ ചെയ്യാനുള്ളത്. സോഫ്റ്റ്വെയർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളം റിവിഷൻ ഒരു ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മാത്സ് റിവിഷൻ, ആർട്സ്, ഡെയിലി റിവിഷൻ. ഇനി തേഴ്സ്ഡേയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ബൾക്കിയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ റിവിഷൻ്റെ സമയത്തേക്ക് കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് കവർ ചെയ്യാൻ പറ്റും. 3 hours കൊണ്ട് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അല്ലാത്തവരാണെങ്കിൽ ബാക്ക്ലോഗിൻ്റെ സമയത്തേക്ക് പഠിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട അമെൻമെൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, CAG, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, അതുപോലെ UPSC, പിന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, GST കൗൺസിൽ വരെയുള്ള അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്. അപ്പോൾ അതിനെ പറ്റിയും പഠിക്കാം. ITയിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിൽ വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ മാത്സ് റിവിഷൻ, ആർട്സ് റിവിഷൻ, ഡെയിലി റിവിഷൻ. സെപ്റ്റംബർ 25 ഫ്രൈഡേയിൽ വരുമ്പം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ട്രിബ്യൂണൽസ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. പിന്നെ ITയിൽ ഇൻ്റർനെറ്റ് ആണ് വരുന്നത്. ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് ടെസ്റ്റ്, പിന്നെ മാത്സ് റിവിഷൻ, കറണ്ട് അഫയേഴ്സ്, ഡെയിലി റിവിഷൻ. സെപ്റ്റംബർ 26 സാറ്റർഡേ വരുമ്പം ഒഫീഷ്യൽ ലാംഗ്വേജസ്, അതിൽ റീജിയണൽ ലാംഗ്വേജ്, ലാംഗ്വേജ് ഓഫ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, പിന്നെ അതുപോലെ സ്പെഷ്യൽ ഡയറക്റ്റീവ്സ് റിലേറ്റിംഗ് ടു ലാംഗ്വേജസ് ആണ് നോക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ബാക്ക്ലോഗ് ടോപ്പിക്സും കൂടെ കവർ ചെയ്ത് പോവാം. ഇനി ITയിൽ സൈബർ റോങ്സ്, സൈബർ ക്രൈംസ്, സൈബർ ലോസ് ആണ് നോക്കാനുള്ളത്. ഇംഗ്ലീഷിൽ ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ് ആണ് കവർ ചെയ്യാനുള്ളത്. പിന്നെ മാത്സ് റിവിഷനും സ്പോർട്സ്, പിന്നെ ഡെയിലി റിവിഷൻ. ഇനി സൺഡേയിലേക്ക് വരുമ്പം
ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് 2 സ്ലോട്ടിൽ വീക്ക്ലി റിവിഷനും ബാക്ക്ലോഗും നോക്കുക. പിന്നെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവേഷൻ ആണ് ഇംഗ്ലീഷിൽ കവർ ചെയ്യാനുള്ളത്. പിന്നെ മാത്സ് റിവിഷനും പ്രാക്ടീസും സ്പോർട്സും പിന്നെ വീക്ക്ലി ഉള്ള ഒരു PYQവും കവർ ചെയ്യും. ഈ നെക്സ്റ്റ് വീക്ക് സെപ്റ്റംബർ 28 മൺഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബാക്കിയുള്ളത് നോക്കിയിട്ട് പിന്നെ സിവിക്സും ഗവേണൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ് ഫസ്റ്റ് നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം കഴിഞ്ഞിട്ട് പിന്നത്തെ വീക്കിലാണ് നമ്മൾ SBCIDക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് നോക്കുന്നത്. അതിൽ കുറച്ചാണ് എക്സ്ട്രാ ഉള്ളത്. മറ്റേ നാച്ചുറൽ സയൻസിലെ കുറച്ച് ടോപ്പിക്സും അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ ആക്റ്റുകളെ പറ്റിയിട്ടുള്ളതാണ് കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരുന്നത്. അത് നമ്മൾ ആ ഒരു വീക്കിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 28 മൺഡേയിലേക്ക് വരുമ്പം കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻസ് വരുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ യൂണിറ്റ് 1 ആണ് നമുക്ക് നോക്കാനുള്ളത്, എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആൻഡ് ആക്ട്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അത് തന്നെയാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഡേയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിന് 3 ദിവസം കൊടുത്തിട്ടുണ്ട്. പിന്നെ മലയാളം റിവിഷൻ ആണ് നോക്കാനുള്ളത്. പിന്നെ മാത്സ് റിവിഷൻ, കറണ്ട് അഫയേഴ്സ്, ഡെയിലി റിവിഷൻ. സെപ്റ്റംബർ 29 ട്യൂസ്ഡേയിലേക്ക് വരുമ്പം ഫസ്റ്റ് സെഷനിൽ ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പ്ലാനിംഗ് ബോർഡ്, കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ പ്രിലിംസിന് നോക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്സിൽ യൂണിറ്റ് 1 റിപ്പീറ്റ് ചെയ്യാണ്. പിന്നെ ഇംഗ്ലീഷ് റിവിഷൻ, മാത്സ് റിവിഷൻ, ലിറ്ററേച്ചർ റിവിഷൻ, ഡെയിലി റിവിഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് റിവിഷനാണ്. അപ്പോൾ ഈ ഏരിയാസ് ഒക്കെ മുമ്പ് പഠിച്ചത് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ റിവിഷൻ്റെ സമയം കൂടെ നമുക്ക് കോർ ടോപ്പിക്സിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. ഇനി സെപ്റ്റംബർ 30 വെനസ്ഡേയിലേക്ക് വരുമ്പം എംപ്ലോയ്മെൻറ്റ് ആൻഡ് ലേബർ, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, ലാൻഡ് റിഫോംസ്, പോപ്പുലേഷൻ ലിറ്ററസി, ഇത്രയാണ് കവർ ചെയ്യാനുള്ളത്. യൂണിറ്റ് 1 റിപ്പീറ്റ് ആണ്. പിന്നെ ഇംഗ്ലീഷ് റിവിഷൻ, മാത്സ് റിവിഷൻ, ലിറ്ററേച്ചർ, ഡെയിലി റിവിഷൻ. ഇനി ഒക്ടോബർ 1 തേഴ്സ്ഡേയിലേക്ക് വരുമ്പം സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി, പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ, ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൺസ്, ഗവേണൻസ്. നമ്മൾ യൂണിറ്റ് 2 സ്റ്റാർട്ട് ചെയ്യാണ്. യൂണിറ്റ് 2നും 3 ദിവസം കൊടുത്തിട്ടുണ്ട്. സാറ്റർഡേ വരെ യൂണിറ്റ് 2 ആണ് നോക്കാനുള്ളത്. നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ, പിന്നെ മലയാളം റിവിഷൻ, മാത്സ് റിവിഷൻ, കറണ്ട് അഫയേഴ്സ്, ഡെയിലി റിവിഷൻ. ഒക്ടോബർ 2 ഫ്രൈഡേയിലേക്ക് വരുമ്പം ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾസ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ കൺട്രോൾസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ റെമഡീസ് അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്. യൂണിറ്റ് 2 റിപ്പീറ്റ് ചെയ്യാണ്. പിന്നെ മലയാളം റിവിഷൻ, മാത്സ് റിവിഷൻ, കൾച്ചർ റിവിഷൻ, ഡെയിലി റിവിഷൻ. സാറ്റർഡേയിലേക്ക് വരുമ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻസ് ആൻഡ് ഇറ്റ്സ് കൺട്രോൾസ്, അഡ്മിനിസ്ട്രേറ്റീവ് അഡ്ജുഡിക്കേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ് കവർ ചെയ്യാനുള്ളത്. യൂണിറ്റ് 2 റിപ്പീറ്റ് ആണ് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിൽ. പിന്നെ ഇംഗ്ലീഷ് റിവിഷൻ, മാത്സ് റിവിഷൻ, കൾച്ചർ റിവിഷൻ, ഡെയിലി റിവിഷൻ. ഇനി ഒക്ടോബർ 4 സൺഡേയിലേക്ക് വരുമ്പം വീക്ക്ലി റിവിഷനും ബാക്ക്ലോഗും ആദ്യത്തെ 2 സെഷനിൽ നോക്കുക. ഇംഗ്ലീഷ് റിവിഷൻ, മാത്സ് റിവിഷൻ, കറണ്ട് അഫയേഴ്സ്, PYQ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒക്ടോബർ 4 സൺഡേയോട് കൂടി നമ്മൾ ഒരുവിധം പഠിച്ചു തീരും. അതിനുശേഷം പിന്നെ ഈ ഒരു ഫുൾ വീക്ക്, അതായത് ഒക്ടോബർ 5 തൊട്ട് 10 വരെ ഈ ഒരു ഫുൾ വീക്ക് റിവിഷൻ ആൻഡ് ബാക്ക്ലോഗ് ടോപ്പിക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ആയാലും ജനറൽ ഏരിയാസ് എന്നാണെങ്കിലും നിങ്ങൾക്ക് ബാക്ക്ലോഗ് നിൽക്കുന്ന ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യുക, PYQs ചെയ്ത് പഠിക്കുക, റിവൈസ് ചെയ്യുക. മൊത്തത്തിൽ റിവൈസ് ചെയ്യാനുള്ളതാണ് ഈ ഒരു ഫുൾ വീക്ക് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 ദിവസമുണ്ട്, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. അതിന് മാക്സിമം നിങ്ങൾ പറ്റുവാണെങ്കിൽ മോക്ക് ടെസ്റ്റ് കൊടുക്കുക. കുറേ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം നമുക്ക് ഒരു എക്സാം ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ആ ഒരു ടൈമറൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മോക്ക് ടെസ്റ്റ് കൊടുത്തു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ടൈമർ വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു 3 ദിവസം ഉറപ്പായിട്ടും ഒരു മോക്ക് വെച്ചിട്ടെങ്കിലും ഡെയിലി എടുത്ത് നോക്കുക. അപ്പോൾ ആ ഒരു എക്സാം സ്ട്രെസ് വെൻറ്റ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ടൈം മാനേജ്മെൻറ്റ് സെറ്റ് ആക്കാനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ വീക്ക്ലി PYQ ചെയ്യുന്നുണ്ടല്ലോ എല്ലാ ഞായറാഴ്ചയും. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ടൈമർ വെച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് സെറ്റ് ആക്കാൻ പറ്റും. അങ്ങനെ നോക്കുക. അങ്ങനെ ഒക്ടോബർ 14 വെനസ്ഡേയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം കഴിയും. അതിനുശേഷം പിന്നെ 15-ാം തീയതി തൊട്ട് നമുക്ക് SBCIDക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സും പിന്നെ അതിൽ തന്നെ കുറച്ച് സുപ്രധാന നിയമങ്ങൾ, ആക്ട്സ് ആണല്ലോ കുറച്ച് കൂടുതലും വരുന്നത്. അപ്പം ആ ഏരിയാസ്, മറ്റേതിൽ കവർ ചെയ്യാത്ത ഏരിയാസും കൂടെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നോക്കാം. അങ്ങനെ വെനസ്ഡേ എക്സാം കഴിഞ്ഞ് നമ്മൾ തേഴ്സ്ഡേ റീസ്റ്റാർട്ട് ചെയ്യാണ്. ഒക്ടോബർ 15 നമ്മൾ ഫസ്റ്റ് സെഷനിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ് നോക്കണേ. പിന്നെ കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ, അത് നാച്ചുറൽ സയൻസിൽ വരുന്ന കുറച്ച് അഡീഷണൽ ടോപ്പിക്സ് ആണ്. പിന്നെ ഇംഗ്ലീഷ് റിവിഷൻ ചെയ്യുക, മാത്സ് റിവിഷൻ, ആർട്സ് റിവിഷൻ, ഡെയിലി റിവിഷൻ നോക്കുക. ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലാംഗ്വേജസിൻ്റെയോ അല്ലെങ്കിൽ മാത്സിൻ്റെയോ CA നോക്കുന്ന സമയത്ത് എങ്ങാനും മുമ്പ് പഠിച്ച ജനറൽ ടോപ്പിക്സ് റിവൈസ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ പഠിക്കാം. അതൊന്നും വിഷയമില്ല, ഫ്ലെക്സിബിളായിട്ട് എടുക്കാം. പക്ഷേ ഫസ്റ്റ് 2 സ്ലോട്ട് ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ റിവിഷൻ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തിയിട്ട് പഠിക്കാം. ഇനി ഒക്ടോബർ 16 ഫ്രൈഡേയിൽ റൈറ്റ് ടു പബ്ലിക് സർവീസസ് ആണ് നോക്കാനുള്ളത്. സെക്കൻഡ് സ്ലോട്ടിൽ ബേസിക് ഹെൽത്ത് ഫാക്ട്സ് ആണ് കവർ ചെയ്യാനുള്ളത്. ബേസിക് ഹെൽത്ത് ഫാക്ട്സിന് 2 ദിവസം കൊടുത്തിട്ടുണ്ട്.
ഇനി ബാക്കിയെല്ലാം സെയിം തന്നെ. ഇനി സാറ്റർഡേയിൽ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ആണ് നോക്കാനുള്ളത്. ബേസിക് ഹെൽത്ത് ഫാക്ട്സ്, ഇംഗ്ലീഷ് റിവിഷൻ, മാത്സ്, CA, ഡെയിലി റിവിഷൻ. ഇനി സൺഡേയിലേക്ക് വരുമ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ് ആണ് നോക്കാനുള്ളത്. പിന്നെ സെക്കൻഡ് സ്ലോട്ടിൽ എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഹസാർഡ്സ് ആണ് കവർ ചെയ്യാനുള്ളത്. അതിനും 2 ദിവസം കൊടുത്തിട്ടുണ്ട്. പിന്നെ മലയാളം റിവിഷൻ, മാത്സ് റിവിഷൻ, CA, ഡെയിലി റിവിഷൻ. ഇനി ഒക്ടോബർ 19 മൺഡേയിലേക്ക് വരുമ്പോൾ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വിമൻ ആണ് കവർ ചെയ്യാനുള്ളത്. എൻവയോൺമെന്റൽ ഹസാർഡ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് റിവിഷൻ, മാത്സ്, ലിറ്ററേച്ചർ, ഡെയിലി റിവിഷൻ. ട്യൂസ്ഡേയിലേക്ക് വരുമ്പം പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ചിൽഡ്രൻ ആണ് കവർ ചെയ്യാനുള്ളത്. പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ ആണ് സെക്കൻഡ് സെഷനിൽ കവർ ചെയ്യാനുള്ളത്. മലയാളം റിവിഷൻ, മാത്സ് റിവിഷൻ, കൾച്ചർ, ഡെയിലി റിവിഷൻ. പിന്നെ വെനസ്ഡേയിൽ പബ്ലിക് സെർവൻ്റ് ആണ് ഫസ്റ്റ് സെഷനിൽ നോക്കാനുള്ളത്. ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ട് 1985 ആണ് സെക്കൻഡ് സെഷനിൽ കവർ ചെയ്യാനുള്ളത്. പിന്നെ ഇംഗ്ലീഷ് റിവിഷൻ, മാത്സ് റിവിഷൻ, CA, ഡെയിലി റിവിഷൻ. അപ്പോൾ നമ്മുടെ ഇതിലെ സ്പെഷ്യൽ ടോപ്പിക്സും കവർ ചെയ്ത് കഴിയും. ഒക്ടോബർ 22 കൂടി ആ സ്പെഷ്യൽ ടോപ്പിക്സും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ തേഴ്സ്ഡേ നമുക്ക് റിവിഷൻ, ഫസ്റ്റ് 2 സെഷൻ റിവിഷൻ നോക്കുക. പിന്നെ മലയാളം റിവിഷൻ, മാത്സ്, CA, അന്നൊരു PYQയും കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ 23, 24, 25 3 ദിവസം നമുക്ക് ഈ പറഞ്ഞ ഏരിയാസിൽ ബാക്ക്ലോഗ് നിൽക്കുന്നതും അതുപോലെ റിവൈസ് ചെയ്യാനുള്ളതും PYQs ചെയ്തു പഠിക്കാനുള്ള ഒരു സമയമാണ് ഈ ഒരു 3 ദിവസം. പിന്നെ മൺഡേയും ട്യൂസ്ഡേയും മോക്ക് ടെസ്റ്റ് എടുത്ത് നോക്കുക. വെനസ്ഡേ എക്സാം എഴുതുക. അപ്പോൾ ഇതാണ് ഒരു ജനറലി ടൈലേർഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക്. അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ റിവിഷൻ ആണെങ്കിലും നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനുള്ള സമയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ആസ്പിരൻറ്റിന് ഈ ഒരു പ്ലാനിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ ഇനിയിപ്പം അത്യാവശ്യം സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് വരിക. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ലാണ്ട് ഇരിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഓൾറെഡി സിലബസ് കവർ ചെയ്തിട്ട് റിവിഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇത് നിൽക്കുന്നവരുണ്ടാവും സ്റ്റക്കായിട്ട്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ ഇതൊരു റിവിഷൻ പ്ലാൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട നീഡ്സിനനുസരിച്ച് നിങ്ങളിപ്പം ചിലർക്ക് ചില സബ്ജക്ട്സ് ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലത് ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെയിറ്റേജ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റിയും മറിച്ചും ഇതൊരു ജസ്റ്റ് ഫ്രെയിം വർക്കായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. അതുപോലെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഓരോ ആസ്പിരൻസിൻ്റെയും നീഡ്സിനനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ നമ്മുടെ കാർഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് വേണ്ടവർ നമ്മൾ റീച്ച് ഔട്ട് ചെയ്താൽ മതി. അതിനനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. പ്രിൻ്റബിൾ ആയിട്ടുള്ള PDF ഫോർമാറ്റിലാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചാനലിൽ കയറിയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് ചെയ്തെടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. സോ ഇതിൻ്റെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലപോലെ പഠിക്കുക, റാങ്കൊക്കെ മേടിച്ച് ജോലിയിൽ കയറാൻ പറ്റട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. Happy learning with Habitus.